കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സുസ്വാഗതം. ഇന്ന് ഭഗവാൻ ചിന്താലേശൻ്റെ 91 വയസ്സ് ഭഗവാന് തികയുകയാണ്. ഇന്ന് 91ാമത് ജന്മദിനമാണ്. ജന്മദിനത്തിന് പങ്കെടുത്ത ഭഗവാന്റെ പരമഭക്തർ എന്നുവെച്ചാൽ ഭഗവാന് മക്കളില്ലാത്തത് കൊണ്ട് മക്കളെപ്പോലെ വളർത്തിയവർ ഭഗവാന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ഇവിടെ വരികയുണ്ടായി. അതിൽ ഒരാളാണ്, ശരിക്കും പറയുകയാണെങ്കിൽ കൊച്ചുനാൾ തൊട്ട് ഭഗവാനുമായിട്ട് അടുത്ത ബന്ധമുള്ള ആളാണ് സതി മാമി. അപ്പോൾ ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കണേ. ഇവിടെ വന്ന് ഭഗവാന്റെ ജന്മദിനത്തിൽ പങ്കെടുത്തു. ഈ സമയത്ത് ഈ ചാനലിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു മടിയുമില്ലാതെ ഈ ഭഗവാന്റെ ചാനലിൽ വന്ന് ഭഗവാനെക്കുറിച്ച് പറയാൻ സന്മനസ് കാണിച്ചു. അപ്പോൾ സതി മാമയെ ഈ ചാനലിലേക്ക് ഭഗവാന്റെ നാമധേയത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഒരുപാട് കാര്യങ്ങൾ ഭഗവാനെക്കുറിച്ച് പറയാനുണ്ടാവും. കാരണം പഴയ കുടുംബമാണ്. കാരണം ഭഗവാനുമായിട്ട് അടുത്ത, കാരണം കള്ളിക്കാട് ഭഗവാൻ വന്ന് അടുത്ത ബന്ധമുള്ള കുടുംബങ്ങളിൽ ഒരു കുടുംബമാണ് ശരിക്ക് പൊന്നുള്ള സ്വാമിയുടെ കുടുംബം. ആ കുടുംബത്തിലെ ഏകദേശം എല്ലാ അംഗങ്ങളും ഭഗവാന്റെ ഭക്തരുമാണ്. അപ്പോൾ ആ കുടുംബത്തിലെ അംഗമായതുകൊണ്ട് ഭഗവാനുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ കാണും. എന്നാലും ഭക്തർക്ക് വേണ്ടി ചില കാര്യങ്ങൾ പങ്കുവയ്ക്കണം. ഓം സദ്ഗുരുവേ നമഃ. ഓം ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്നവൻ സമേത ശ്രീരാമചന്ദ്ര പരബ്രഹ്മണേ നമഃ. ഓം സദ്ഗുരുവേ നമഃ. ഓം ഹയഗ്രീവായ നമഃ. ഓം അഗസ്ത്യമുനിയേ നമഃ. ഓം അവധൂത ഗുരുവേ നമഃ. ഓം ചിത്താലേശായ പരമഗുരുവേ നമഃ. എൻ്റെ അനുഭവം എന്ന് വെച്ചാൽ, ഭഗവാനെക്കുറിച്ച് പറയാമെന്ന് വെച്ചാൽ നമുക്കൊരിക്കലും തോരാതെ പറയേണ്ടി വരും. ഒരു ഇങ്ങനെ കണ്ടിന്യൂസായി പറയേണ്ടി വരും. ജീവിതത്തിൽ പൊന്നുള്ള സ്വാമി എന്ന് പറഞ്ഞ എൻ്റെ അച്ഛന്, ഞങ്ങൾ 14 മക്കളാണ്. അതിൽ ഏറ്റവും ഇളയെന്ന് പറയാൻ പറ്റില്ല, 9ാമത്തെ ഒരാളാണ്, 12ാമത്തെ ആളാണ് പെണ്ണിൽ. 9 പെണ്ണും 5 ആണുമാണ്. അതിൽ 12ാമത്തെ ആളാണ് ഞാൻ. നമ്മളിങ്ങനെ കളിച്ച് കിടക്കുകയാണ്. നമുക്ക് വലിയണ്ണനാണ്, ഈഞ്ചക്കുടനെന്നാണ് ഭഗവാൻ വിളിക്കുന്നത് വലിയണ്ണനെ. അപ്പം വലിയണ്ണൻ കാരണമാണ് ഞങ്ങളിങ്ങനെ ആശ്രമത്തിൽ പോകാൻ കാരണം. അപ്പോൾ വലിയണ്ണ ഇച്ചിരി അറിയാമല്ലോ പണ്ടത്തെ കാര്യമൊക്കെ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേ അണ്ണൻ ശരിക്കും പറഞ്ഞാൽ, ശരിക്കും ഭഗവാന്റെ വായിന്ന് ഞാൻ കേട്ടിട്ടുള്ളതാണ്, ഭഗവാനെ ആരോഗ്യം ഉപദ്രവിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ട ആളാണ്, അതിനു വേണ്ടി കൊണ്ടുവന്ന ആളാണ്. പക്ഷേ അണ്ണൻ അവിടെ എത്താൻ കാരണം എൻ്റെ അച്ഛൻ്റെ നിയോഗം പോലെയാണ് അണ്ണനെ അവിടെ എത്തിയത്. അണ്ണൻ ഇത്തിരി തരികിടായിട്ട് നടക്കുന്ന ആളായിരുന്നു. ആ അണ്ണനെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവിടെ ചെന്നപ്പോൾ. അതുകൊണ്ടാണ് പിന്നെ അണ്ണൻ
നല്ല സ്വഭാവം. അതോടെ ഞങ്ങളെല്ലാം പിന്നെ അപ്പോൾ ഒരു ദിവസം ഭഗവാൻ പറഞ്ഞു എനിക്ക് അച്ഛനെ കാണണം പിള്ളേ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് വീട്ടിൽ വന്നത്. അതിന് മുന്നേ ഭഗവാൻ പറഞ്ഞ അറിവാണ് ശബരിമല പോയപ്പോൾ ഈ അണ്ണനും ഭഗവാനും പറഞ്ഞ ഭഗവാൻ നമ്മുടെ അടുത്ത് പറയുന്നതല്ല, അണ്ണൻ വഴിയുള്ള അറിവാണ്. അപ്പോൾ അച്ഛൻ ശബരിമല പോയപ്പോഴത്തേക്ക് അച്ഛന് പണ്ട് ഉരുള് നേർച്ച എല്ലാ വർഷവും ചെയ്യും. അച്ഛൻ ഗുരുസ്വാമിയായിരുന്നു. അങ്ങനെ ഉരുള് നേർച്ച ചെയ്ത അച്ഛൻ വന്ന് ഭഗവാന്റെ കാൽക്ക വീണു എന്നാണ് അണ്ണൻ പറഞ്ഞുള്ള അറിവാണ്, അല്ലാതെ നമുക്കൊരറിവില്ല. അങ്ങനെയാണ് ഭഗവാൻ കള്ളിക്കാട് വന്നു എന്നും പറയപ്പെട്ടു. ഇതിൻ്റെ ഐതിഹ്യം നമുക്കറിയില്ല, എല്ലാ ആണ്ടവനെ അറിയാവൂ. അങ്ങനെ കള്ളിക്കാട് വന്നു എന്നും പറയുന്നു. അതോടെ ഭഗവാൻ കോവിലിൽ വരുമായിരുന്നു. ഭഗവാൻ എവിടെ വന്നിട്ടുണ്ട് അവിടെ എല്ലാം നന്നായിട്ടുണ്ട്. നിസ്സാരം ഇപ്പോൾ ഇത്രയും വർഷമായി എന്നെ കല്യാണം കഴിച്ച് അയച്ചത് കൊല്ലത്താണ് എന്നെ അയച്ചത്. എൻ്റെ കല്യാണം ഞാൻ മുമ്പ് ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഇഷ്ടപ്പെട്ടൊരു കല്യാണമായിരുന്നു. ഒരുപാട് എതിർപ്പുകളുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റിൽ എൻ്റെ അണ്ണൻ തന്നെയായിരുന്നു. അണ്ണൻ 23 വർഷം കണ്ട 21 വർഷം കണ്ട കഴിഞ്ഞ ശേഷം എന്നെ വീട്ടിലേക്ക് അല്ല വീട്ടിൽ ഞാൻ പോവും, അണ്ണൻ എൻ്റെ അടുത്ത് മിണ്ടത്തില്ല. അണ്ണന് ഭയങ്കര വിഷമമായിപ്പോയി. കാരണം അണ്ണ അത്ര കുഞ്ഞിലെ കൊഞ്ചിച്ച് കൊണ്ടുവരുന്ന ഞാൻ ഒരു വേറൊന്നും ചെയ്യില്ല, ഒരാളെ ഇഷ്ടപ്പെട്ടു അത്രേ ഉള്ളൂ. അങ്ങനെ അതുകൊണ്ട് നടത്താൻ പറ്റൂല എന്ന് പറഞ്ഞ അവസാനം എൻ്റെ ഇതുകൊണ്ട്, കാരണം അതിനുള്ള കാരണമുണ്ട്. നമുക്ക് എൻ്റെ കൊച്ചണ്ണൻ എന്ന് പറയും മോഹൻ എന്നാര് ആശ്രമത്തിലായിരുന്നു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഭഗവാന്റെ അവിടെ വന്ന് ഭഗവാൻ എന്താണ് ചെയ്തതെന്ന് എനിക്കറിയില്ല. ഈ എന്തോന്ന് രാജാക്കന്മാർക്ക് ചെയ്യും പോലെ എന്തൊക്കെ ചെയ്ത് അങ്ങനെയാണ് ശേഷമാണ് അച്ഛൻ ഇങ്ങനെ ആവുന്നത്. അപ്പോൾ ചേച്ചിയുടെ മോളുടെ അടുത്ത് പറഞ്ഞിട്ട് വേണം പിള്ളേർ സൂക്ഷിച്ചോണം അപ്പൂപ്പനെ എപ്പോൾ വേണേലും. എന്നിട്ട് ഈ പിള്ളേർ ആരുടെ പറയലെന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ ആരുടെ മിണ്ടൂല്ലല്ലോ, അത് പിന്നെ നമ്മളിൽ തന്നെ ഇരിക്കും. അപ്പോൾ എപ്പോഴും പിള്ളേർ അപ്പൂപ്പൻ നോക്കിക്കോണമെന്ന് പറയും. നോക്കിക്കോണമെന്ന് വെച്ചാൽ അച്ഛൻ ചിലപ്പോൾ നാമം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴോ എങ്ങനെയെങ്കിലും ആയിരിക്കും ഇതിങ്ങനെ. അച്ഛനെ ഈ അവിടെ നമ്മൾ അപ്പോഴും ഈ ആശ്രമം ഇല്ലല്ലോ, ഈ വിളക്ക് വയ്ക്കുന്നില്ല, അതിൻ്റെ അപ്പുറത്തൊരു റൂം പോലെ കുളിമുറി പോലെ കെട്ടിയാണ് അച്ഛനെ ഇത് നടത്തിയത്. അപ്പം നമ്മളെല്ലാം ഇങ്ങനെ വെള്ളം ഒഴിച്ച് അച്ഛനെ എന്താണ് അപ്പോഴും നമുക്ക് അതിനുള്ള വിവരമൊന്നുമില്ല. അച്ഛനെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ തുണിയോ പൈസ എന്തോ അച്ഛൻ ഇങ്ങനെ തരും. അപ്പം ലാസ്റ്റ് ഞാൻ വന്നപ്പോൾ അച്ഛൻ്റെ കണ്ണ് നിറഞ്ഞു. അപ്പം കണ്ണ് നിറച്ചാൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഇതൊന്നും അച്ഛൻ കാണൂല എന്നുള്ള അതായിരിക്കും. അച്ഛനും മുമ്പ് പറയുമായിരുന്നു എനിക്ക് അനിയന് 16 വയസ്സാകുമ്പോൾ ഞാൻ മരിക്കുമെന്ന്. നമ്മളേർക്ക് ചുമ്മാ അച്ഛൻ പറയണം അങ്ങനെയൊന്നും ആയിരിക്കില്ല, ആ ഒരു സിറ്റുവേഷനായിരുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അനിയന് 16 വയസ്സ്, അനിയൻ SLC ജയിച്ചതും അച്ഛൻ മരിക്കുകയും ചെയ്തു. അച്ഛൻ പറഞ്ഞതിലൊക്കെ ഒരുപാട് ഇതുണ്ട്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ അച്ഛൻ്റെ കണ്ണീർ നിന്ന് ഇങ്ങനെ കണ്ണീര് വീണപ്പോൾ ഭഗവാൻ പറഞ്ഞു അതൊക്കെ അങ്ങ് നടക്കും, അതൊക്കെ അങ്ങ് നടക്കും. അപ്പം നമുക്കെന്ന് പറഞ്ഞൂടെ ഭഗവാൻ എന്ത് പറയണമെന്നൊന്നും നമുക്കറിഞ്ഞു. അതൊക്കെ നടക്കുമെന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ഞാനപ്പോൾ പ്രീ-ഡിഗ്രി പഠിക്കുന്നു, നമുക്ക് ആ ഒരു ഇതൊന്നും സീരിയസ്നെസ് ഒന്നുമില്ല. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ പറഞ്ഞ ഓരോ വാക്കുകളും ഇപ്പം ആലോചിക്കുമ്പോൾ അതെല്ലാം കറക്റ്റായിരുന്നു. അതെല്ലാം നടക്കുകയും ചെയ്തു. കല്യാണം നടക്കാൻ തന്നെ അണ്ണന് ഒരുപാട് എതിർപ്പുണ്ടായിരുന്നു. അണ്ണനെന്ന് വെച്ചാൽ അണ്ണന് താല്പര്യമില്ല, അണ്ണൻ്റെ ആരോ ഒരു നല്ലൊരാളിനെ നോക്കിയിരുന്നു. പക്ഷെ അത് ഞാൻ എതിർത്തപ്പോൾ അണ്ണനൊരു വലിയൊരു അണ്ണൻ പറഞ്ഞാൽ അപ്പുറം നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ആ സിസ്റ്റം. എന്ത് പറഞ്ഞാലും അനുസരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അനുസരിക്കാതെ ഇല്ല, അണ്ണൻ്റെ അടുത്ത് പോയതുമില്ല. എനിക്കിഷ്ടമല്ല അമ്മ, ഇഷ്ടമല്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അവസാനം അമ്മ അന്ന് ഭഗവാനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ ഞാൻ എന്ത് ചെയ്യും, അവൾ ഭയങ്കര വിഷമം. ഞാൻ എപ്പോഴും ഭഗവാനോട് പൂ കൊട്ടിക്കൊണ്ട് കൊടുക്കും ആശ്രമത്തിൽ. പൂ കൊട്ടുമ്പോൾ ഒരു പ്രാർത്ഥന അയ്യപ്പനും കിട്ടും ഭഗവാനോടെയും കിട്ടും. എനിക്ക് നടത്തി തന്നെ ഒറ്റ പ്രാർത്ഥനയുള്ളൂ. അപ്പം അവസാനം ഭഗവാൻ പറഞ്ഞു അമ്മ ആ പിള്ളേരുടെ ആഗ്രഹമല്ലേ അമ്മ, നടത്തി കൊടുക്കണം. ആ പിള്ളേർ കുറച്ച് അനുഭവിക്കേണ്ടി വരും പറഞ്ഞു. പക്ഷെ അതൊന്നും നമുക്ക് ചെവിയിൽ കൊള്ളൂല്ല. ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ പറഞ്ഞ എല്ലാം അർത്ഥവർത്ഥായിരുന്നു. ആ പിള്ളേർ കുറച്ച് ദിവസം അനുഭവിക്കണം അമ്മ എന്ന്. എനിക്ക് ജോലി കിട്ടിയ സമയത്ത് അലിൻ്റെ കിട്ടിയ സമയത്ത് ആ പിള്ളേർ പോട്ടെന്ന് പറഞ്ഞ് എല്ലായിടവും. പിന്നെ ആദ്യം ഇവിടെ കിട്ടി എറണാകുളത്ത്. അപ്പോഴ് വേണ്ടമ്മ ആ പിള്ളേക്ക് വേറെ വരും എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അലിൻ്റെ കിട്ടി. അലിൻ്റെ കിട്ടി അവിടെ വെച്ചാണ് ഞങ്ങളിങ്ങനെ കൊല്ലത്തുകാരന് ഇഷ്ടമാവുന്നതും കല്യാണം നടത്തിയത്. കല്യാണം നടത്തി മോനെ പ്രഗ്നൻ്റായ സമയത്ത് എന്നെ അവിടെ നിന്ന് പിരിച്ചു വിട്ടു. അതോടെ ഭഗവാൻ പറഞ്ഞ അനുഭവമായി. അപ്പോൾ അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞാൽ മാനസികമായിട്ട് ഭയങ്കര വിഷമമാണ്. അച്ഛൻ മരിച്ചു, അണ്ണൻ എതിർപ്പാണ്, പിന്നെ കൊല്ലം വന്ന് കൊണ്ടലോക്കം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദൂരമാണ്. അതുമല്ല എന്നും പത്രത്തിൽ വരും ഗ്യാസ്, മറ്റേ അന്ന് ഗ്യാസൊന്നും ഇല്ലല്ലോ, മണ്ണൊഴിച്ച് വെച്ചു അങ്ങനെ ഇങ്ങനെയെന്ന് കേൾക്കും. അമ്മയ്ക്ക് മാനസികമായിട്ട് ഭയങ്കര ആരും പോയി നോക്കാനും ഇത്രയും ദൂരമില്ലേ പണ്ട്. അങ്ങനെ ഇരുന്നപ്പം ചേച്ചിയുടെ ചേട്ടനൊക്കെ പറഞ്ഞു കുഴപ്പമില്ല അവർക്ക് തിരുവനന്തപുരത്തല്ലേ ജോലി. അപ്പോൾ എൻ്റെ ജോലിയും പോയി ആ സമയമായപ്പോൾ.
അങ്ങനെ അവിടുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് മോന് പ്രസവിച്ചൊരു 6 മാസമായപ്പോൾ തന്നെ എനിക്ക് പെൻപോളി ജോലി കിട്ടി, ഒരു പ്രൈവറ്റ് ഫാമിലി. അതോടെ ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് വന്നു. അപ്പോൾ എനിക്ക് അതുവരെ ഭഗവാനെ കാണാൻ വരാനോ ഒന്നിനും പറ്റുന്നില്ല. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ വീട്ടിൽ വരുമ്പോൾ ഓടി വരും. അപ്പോൾ അമ്മ പറഞ്ഞു, നീ ഭഗവാനോട് പോകാതിരിക്കല്ലേ. ഞാൻ പറഞ്ഞു, എങ്ങനെ പോവാം അമ്മ, വീട്ടിൽ വരുമ്പോഴല്ലേ പോകാൻ പറ്റുള്ളൂ. അത് വീട്ടിൽ നിന്ന് തങ്ങാനും പറ്റില്ല. വരും, കളിക്കട ഓടിയെന്ന് തോന്നും, തിരിച്ച് അന്ന് തന്നെ വീട്ടിൽ പോവും. അങ്ങനെയൊക്കെ ആയിരുന്നു. അവിടുന്ന് ഒരു മോനുമായി ഒരു മോളുമായി. ഞാൻ എന്നാൽ അമ്മ പറയും പോലെ, പക്ഷെ എൻ്റെ ചേട്ടന് വിശ്വാസമില്ലെന്ന് വെച്ചാൽ ഇങ്ങനെ മനുഷ്യ ദൈവങ്ങളെ വിശ്വാസം, ദൈവമായിട്ടല്ല വിശ്വാസമാണ്. ഓരോ പണ്ടത്തെ ഒരു മനുഷ്യൻ്റെ ഒരു ഇതല്ലേ അവരെ. അപ്പം ഞാൻ ശരിക്കും കൂടുതൽ കമ്പനി ചെയ്യുമ്പോൾ ഭഗവാൻ ഇവിടെ മനസ്സിൽ പ്രാർത്ഥന, ഭഗവാൻ ഒന്ന് മനസ്സ് തോന്നി വന്നെങ്കിൽ എനിക്ക് ആ ഒരു ആഗ്രഹങ്ങൾ, എൻ്റെ പിള്ളേരെ രക്ഷിക്കണം, എല്ലാവരും രക്ഷിക്കണം എന്നുള്ള ആ ഒരു പ്രാർത്ഥനയെ നമുക്കുള്ളൂ. നമ്മളെ കുടുംബമാണ് ആദ്യം. ഭഗവാന്റെ നമ്മുടെ കുടുംബം, അതിൽ കൂടെ ആ മനുഷ്യൻ്റെ മാനുഷ്യം പരിഗണന ഉണ്ടാകും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് വിചാരിക്കും, ഇപ്പം ഭഗവാൻ നമ്മൾ പക്ഷെ ആലോചിച്ച് നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്ക് അതിനുള്ള റിപ്ലൈ നമുക്ക് കിട്ടും. കറക്റ്റായിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല, നമുക്ക് മനസ്സിലാവും, കറക്റ്റായിട്ട് മനസ്സിലാവും. ആ ഇതിൻ്റെ ആൻസറാണ്, അതിൻ്റെ ആൻസറാണ്. അപ്പോൾ ആരെയും ഇതെന്ന് ഭഗവാന്റെ ഭാഷ അങ്ങനെയല്ല, ആരെയും കമ്പനി ചെയ്ത് കൊണ്ടുവരേണ്ട രീതിയിൽ. അപ്പം ഞാൻ വെച്ചാൽ വേണ്ട, ഇനി അങ്ങനെ പറയേണ്ട കാര്യം ഇഷ്ടമുള്ളപ്പോൾ പറയട്ടെ. പിന്നെ ഒരു കാര്യം, ഒന്നിനും എന്നെ എതിർത്തിട്ടില്ല ഇതുവരെ. ആദ്യമായിട്ട് മോനെ കുമ്പോടത്ത് നിർത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ നിർത്തണം. പക്ഷെ ഒരുപാട് പ്രാവശ്യം ചേട്ടൻ ഇത് ഇഷ്ടമാണെങ്കിലും ഇവന് ഇത്രയും ദിവസം വ്രതം ഉണ്ടോ, 41 ദിവസം പൊടി കൊച്ചിനെ ഇങ്ങനെയൊക്കെ. ഞാൻ പറഞ്ഞു ചേട്ടാ, നമുക്ക് ആ ഒരു വിശ്വാസത്തിലാണ് കൊണ്ടുപോകണേ. പിന്നെ പക്ഷെ മക്കൾ എൻ്റെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അതേപോലെ തന്നെ പോയി. കറക്റ്റ് 41 ദിവസം വ്രതം എടുത്തു. കുമ്പോണം അവൻ കറക്റ്റായിട്ട് എല്ലാ വർഷവും എടുത്തു. കല്യാണം കഴിഞ്ഞിട്ടും 1-2 പ്രാവശ്യമൊക്കെ എടുത്തു. പിന്നെ ഇപ്പം എടുക്കുന്നില്ല, അതിനൊക്കെ കറക്റ്റായിട്ട് അവരെടുത്തോണ്ട്. പിന്നെ എൻ്റെ പിള്ളേർക്ക് 2 പേർക്കും ഭഗവാൻ ജോലി ചെയ്യുന്നു. പക്ഷെ അവൾ 9 പഠിക്കുമ്പോഴാണ് ഇവിടെ സ്പോർട്സിൻ്റെ കൊണ്ടുവന്നത്. അന്നേരം ഭഗവാൻ പറഞ്ഞു, ഈ പിള്ളേർക്ക് ഇതിൽ ജോലി കിട്ടുമെന്ന് പറഞ്ഞു. അന്നേരം എനിക്ക് അത്ര എന്നുവെച്ചാൽ ഭഗവാന് വിശ്വാസമാണ്. 9 പിള്ളേർക്ക് ഇതിൽ തന്നെ ജോലി കിട്ടുമെന്ന് പറഞ്ഞാൽ അവൾ ഒന്നും ആയില്ലല്ല. പക്ഷെ ഭഗവാൻ പറഞ്ഞാൽ കറക്റ്റാണ്. അന്ന് റഗ്ബി എന്ന് പറഞ്ഞത് സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ചിട്ടില്ലാത്ത സമയമാണ്. ആ സമയത്താണ് അവൾ റഗ്ബിയിൽ ക്യാപ്റ്റനായിട്ട് പോയി. അപ്പം അവന് ട്രോഫി കിട്ടി. അപ്പം എന്ത് കിട്ടിയാലും ഭഗവാനോട് കൊണ്ടുവരും. ആ ഇത് കൊള്ളാലോ പിള്ളേ എന്ന് പറയും. ഭഗവാൻ സന്തോഷമാണ് ഇതിനൊക്കെ. എന്നിട്ട് എപ്പോഴും ചോദിക്കും, എന്ത് കിട്ടിയാലും പിള്ളയെ കാണിക്കണം, അണ്ണനെ കാണിച്ചിട്ട് കൊണ്ടുവരണം. അച്ഛൻ്റെ സ്ഥാനമല്ലേ അണ്ണനെ, അതുകൊണ്ട് അച്ഛനെ കാണിച്ചിട്ട് കൊണ്ടുവരണം. പിള്ളയെ കാണിച്ചാൽ ഞാൻ ഇല്ല ഭഗവാനെ, ഞാൻ ഇല്ല ഭഗവാൻ എന്നല്ല സ്വാമി എന്നാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇല്ല സ്വാമി പിള്ളയെ കാണിക്കണേ കേട്ടാ. ഞാൻ പറഞ്ഞു വന്നു. പിന്നെ എന്ത് കിട്ടിയാലും ഉടനെ അണ്ണനെ കൊണ്ട് കാണിക്കും. അണ്ണനെയും കാണിച്ച് ഭഗവാനെയും കൊണ്ട്. അങ്ങനെ വന്നിട്ടാണ് ഞാൻ ഒരിക്കൽ പറഞ്ഞില്ലേ മോളെ കണ്ണിൽ ശരിക്കും പറഞ്ഞാൽ കമ്പയറാണ്. ഇപ്പോഴത്തെ ആൾക്കാരും വിശ്വസിക്കില്ല. കമ്പയർ എന്ന് വെച്ചാൽ കണ്ണ് ഒക്കെ ട്രോഫി കിട്ടി അമ്പലത്തിൽ നിന്ന് അന്നൊരിക്കൽ കല്ലുവരമ്പ് ക്ഷേത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു അത് കല്ലുവരമ്പ് ക്ഷേത്രത്തിന് ട്രോഫി. അപ്പോൾ ആ ക്ഷേത്രം പിന്നെ അതിന് മുന്നേ എൻ്റെ അടുത്ത് ചോദിച്ചു, പിള്ള അവിടെ ഏത് കോവിൽ പോണ പിള്ളേ? ഞാൻ പറഞ്ഞു അവിടെ കല്ലുവരമ്പെന്നും പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്, ആ പാറയിൽ ഞാൻ വന്ന് കിടന്നിട്ടുണ്ട് പിള്ളേ. അപ്പോൾ എന്താലോചിച്ച് നോക്കണം, അന്ന് അവിടെ നമ്മളെ കോവിലിൻ്റെ ഫ്രണ്ടിൽ പാറയുണ്ട്, അത് കൈലാസമെന്നാണ്. ആ കോവിലിലെ പിള്ളേർ ഇവിടെ വന്ന് ഇത് നോട്ടീസ് കൊണ്ട് കൊടുത്തിട്ടാണ് പൂജയുടെ കാര്യമൊക്കെ പറയുന്നത്. അപ്പോൾ അവരടുത്ത് പറഞ്ഞിരുന്നത് അത് കൈലാസമാണ് പിള്ളയെന്ന്. പക്ഷെ ഫ്രണ്ടിൽ ഒരു തോടാണ്, ആ തോട്ടിൽ എപ്പോഴും വെള്ളമുണ്ട്. ആ വെള്ളം എപ്പോഴും കാണും. ഹരിപ്പോറ്റി അറിയാമല്ലോ, ഹരിപ്പോറ്റി പൂജ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഹരിപ്പോറ്റി അവിടെ നിന്നൊക്കെ മാറിയത്. അപ്പോൾ ആ ക്ഷേത്രമാണ്. അപ്പം ഞാനാണെങ്കിൽ ആ തോട്ടിൽ കൂടെ നടന്നു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെച്ചാൽ ഈ ഓടയും പണ്ടത്തെ ഈ കള്ളിക്കാട് നമ്മൾ നടന്നു വരുമ്പോൾ ഓടയും കൈതയും ആ ഒരു ഏരിയയാണ്. അപ്പോൾ ഒഴിഞ്ഞു പോയാലും നമ്മുടെ കയ്യിൽ കയറി കൈത വലിക്കും. അത് ഞാൻ ജോലിക്ക് വന്നിട്ട് അതിനിടയിൽ കുളിച്ച് ഓടി കോവിൽ വന്നിട്ട് തിരിച്ച് ചെന്നിട്ടാണ് ബാക്കി ചെയ്യണത്. എന്നുവെച്ചാൽ മനസ്സിലങ്ങനെ ചെയ്യണം, അങ്ങനെ ഒരു നിഷ്ഠയായിട്ട് വന്നു. അപ്പം ഞാൻ പറഞ്ഞു പിള്ളേ ആ കോവിൽ, ഞാൻ പിന്നെ അവിടെയാണ് പോണേന്ന്. എവിടെ പോകും ചോദിച്ചാൽ ഞാൻ അവിടെ പോകുന്നു. അപ്പോൾ ആ വഴിയൊന്നും കൊള്ളൂല സ്വാമി, അവിടെ അത്രയും എന്തിന് പിന്നെ ആലോചിക്കുന്നത് എന്തിനാണ് എൻ്റെ ഭവൻ്റെ ഇതൊക്കെ പറയുന്നത്. വഴിയൊന്നും കൊള്ളൂല സ്വാമി, അതിലത്രയും വഴിയിലത്രയും ഓടയും രാത്രി ഇങ്ങോട്ട് വരുമ്പോൾ ടോർച്ച് കൊണ്ടില്ലെങ്കിൽ വല്ല ഇടജന്തുക്കളോ ഒന്നും ഒക്കെ പറയുമായിരുന്നു. അതൊക്കെ ശരിയാവില്ലായിരുന്നു. പക്ഷെ ഇപ്പം അവിടെ ടാറായി. അത് എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വഴിയില്ല, നമുക്ക്
വഴിയുണ്ട്, അപ്പുറത്തെ ആൾക്കാർ വിട്ടു തരില്ല. വസ്തുവിന് എവിടെയും പിടിയല്ല. അതെ അതെ അതെ. അപ്പം നമ്മൾ ഇങ്ങോട്ട് ബാക്കി അവർക്ക് വിട്ടു കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവർ തരില്ല. പിന്നെ ചേട്ടൻ പറഞ്ഞു ഒരു ഇത്തിരി ഇത്രയും മതി നിനക്ക് അവിടെ ഒരു 10,000 രൂപ അപ്പോഴേ അത്രയും വിട്ട് ഞങ്ങൾ ബാക്കി വസ്തു നമുക്ക് വിട്ടു കൊടുക്കാം. തരൂല, ഇവിടെ ഇറങ്ങി നടന്നു പോയാൽ എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തായാലും എന്താ ഭഗവാന്റെ കാര്യം റെഡിയാവുമെന്ന് പറഞ്ഞ് ഇപ്പം അവിടെ ശരിക്കും പറഞ്ഞാൽ മെറ്റലിട്ട് ഇപ്പോൾ ടാറല്ല ഈ സിമെന്റ് ഇട്ട് നമുക്ക് കാറ് വീട്ടിൽ കയറത്തക്ക രീതിയല്ല. അതിൽ പറഞ്ഞാൽ എന്ത് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടോ അത് അച്ചട്ടായിട്ട് എല്ലാ കാര്യങ്ങളും. ഇപ്പം എനിക്ക് മോൻ്റെ കാര്യം തന്നെ വെച്ചാൽ നമ്മൾ ഡിഗ്രി കഴിഞ്ഞിട്ട് അങ്ങനെയൊന്നും മനസ്സിലൊരു വിഷമമുണ്ട്. ഇനി പിള്ളേരല്ലേ ഒരു ഇത് കഴിയുമ്പോൾ നമ്മൾ ജോലിക്ക് പോകും. യവന്മാർ വീട്ടിൽ ഇരുന്നിട്ട് നമുക്ക് മനസ്സമാധാനം ഇല്ലല്ലോ. വരുമ്പോൾ ഭഗവാനെ ഇവനൊക്കെ എവിടെയെങ്കിലും ജോലി കിട്ടിയിരുന്നെങ്കിൽ എന്ന് മനസ്സ് വിചാരിച്ചു. പക്ഷേ കറക്റ്റ് 22 വയസ്സായി. എൻ്റെ ഭഗവാൻ തന്നെ, അല്ലാതെ എനിക്കൊരു ഇതുമില്ല. ആ കുഞ്ഞുനാൾ തൊട്ട് അവരെ പഠിത്തത്തിനായിരുന്നാലും വരുമ്പം ഇങ്ങനെ എല്ലാത്തിനും ഓടി വരും. ഇടയിൽ പരീക്ഷ എന്നാലും ഫ്രണ്ടിനെ പിടിച്ചോണ്ട് വരും. കൊണ്ടുവന്നിട്ട് പേന കൊടുക്കും. അന്ന് നമുക്ക് എല്ലാം കൊടുക്കാമല്ലോ. പേന പരീക്ഷയാണെങ്കിൽ പേന കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് ബുക്കും പിള്ളേർക്ക് ഹാൾ ടിക്കറ്റ് എല്ലാം കൊണ്ടുവരും. എന്ത് കിട്ടിയാലും എന്തൊരു പേപ്പർ കിട്ടിയാലും ഉടനെ ഓടിക്കൊണ്ടുവരും. അപ്പോഴല്ലേ എടുക്കും. അപ്പം പിന്നെ ഒരിക്കൽ പറഞ്ഞ പോകാൻ അവരോരോ ഇതൊരു തൊഴിലൊക്കെ നോക്കിയിട്ടൊക്കെ വേണം എന്തോന്നും ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ ലീവ് എടുക്കാൻ പാടില്ലായിരിക്കും. അവനവൻ്റെ ഇത് പിന്നെ കുടുംബം നോക്കിയിട്ടൊക്കെ വരണം. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ വെച്ച് ഞായറാഴ്ച ആക്കാം. പറയണ എന്തെങ്കിലും ഒരു ഇത് കാണും. അപ്പം അടി ഉണ്ടാക്കിയായിരിക്കും ഓടി വരണത്. അപ്പം അതുകൊണ്ട് ആ കറക്റ്റായിട്ട് പിന്നെ ഭഗവാൻ പറഞ്ഞ എന്താണോ അതനുസരിച്ച് ഞങ്ങൾ വരും. എന്തായാലും കൊണ്ടുവന്ന് 2 എണ്ണത്തിന് ഭഗവാൻ പറഞ്ഞാൽ 2 എണ്ണത്തിന് ജോലിയായി. പിന്നെ കല്യാണം വരുന്നാലും എല്ലാം എൻ്റെ ഭഗവാൻ നടത്തി തന്നു. 2 പിള്ളേർക്കും 2 കൊച്ചുങ്ങളുമായി. ഇപ്പം അവക്കും ജോലിയായി, മരുമോക്ക്. അവക്കും ഭഗവാന്റെ കാരണം, എനിക്ക് എൻ്റെ ഒന്നുമല്ല, എല്ലാം ഭഗവാന്റെ കാരണം കൊണ്ട് ഇപ്പം 4 മക്കളും. ഞാൻ പറഞ്ഞ മക്കളെ നിങ്ങൾക്ക് ഭഗവാൻ തന്ന നിങ്ങൾ ഭഗവാന്റെ നടയിൽ വന്ന് ഇപ്പം എന്നും ഞാൻ വരണമെന്ന് പറയില്ല. നിങ്ങളെ കുടുംബം ആദ്യം കുടുംബം നോക്കുക. കുടുംബം നോക്കിയിട്ട് ഇപ്പം എനിക്കിഷ്ടമാണെന്ന് വെച്ചാൽ വേറെ ഇഷ്ടപ്പെടണമെന്നില്ല. ആരെയും അടിച്ചേൽപ്പിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഭഗവാനെ മനസ്സ് വിചാരിച്ച് മാസത്തിൽ ഒരു ദിവസമെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യണമെങ്കിൽ പറ്റുന്ന പങ്ക് ഇപ്പം ഇത്ര കൊടുക്കണം അത്ര കൊടുക്കണം പറ്റുന്ന ഒരു ഓഹരി അത് നമ്മൾ ഇന്ന് 5 കൊടുക്കുമെങ്കിൽ നമുക്ക് നാളെ 10 ആയിട്ടാണ് ഭഗവാൻ തരുന്നത്. 10 ഇരട്ടിയായിട്ട് തരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഭഗവാന്റെ നടയിൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ മതി. വേറെ ഒന്നും അവിടെ ഒന്നും വേണ്ട. ഭഗവാൻ മനസ്സിലെ പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ എന്ത് അസുഖം ഉണ്ടാവും. അതെ. ഇപ്പം എനിക്ക് ഓടി നടക്കാൻ പറ്റുന്നില്ല. നടുവിൽ എന്താ ഭഗവാൻ പണ്ട് പറഞ്ഞേക്കെ ഇപ്പം ഞാൻ പണ്ട് നിർത്താതെ ഓടി നടക്കുമായിരുന്നു. ഇപ്പം പിള്ളേർ അന്നേരത്തെ പിള്ളേക്ക് വേദന വരും. പിള്ളേർ എന്തെന്നോ അന്ന് ഇത് തന്നപ്പോൾ പറഞ്ഞു എന്തോന്ന് ലാസ്റ്റ് എനിക്ക് അതാണ് സഹിക്കാൻ പറ്റാതെ വന്നത്. ലാസ്റ്റിൽ എനിക്ക് രാമായണം തന്നിട്ട് പറഞ്ഞു പിള്ള വേദന വരുമ്പോൾ വായിക്കണം പിള്ളേന്ന്. അപ്പം ഞാൻ വെച്ചാൽ ഭഗവാന് എന്താണോന്ന് എനിക്ക് ഭഗവാന്റെ കാരുണ്യം കൊണ്ട്. അപ്പം മാക്സിമം പ്രാർത്ഥന. അതെ. നമുക്ക് സാറവണ്ട് പറഞ്ഞ പോലെ ഓരോ യുഗത്തിലും ഓരോന്ന് അനുഭവിക്കേണ്ട കാണുമല്ലോ. അതിപ്പം നമ്മൾ അനുഭവിച്ചേ മതിയാവും. അപ്പം കണ്ണി വരണ പിരിയത്തായി ഭഗവാൻ കൊണ്ടു. അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റും പോലെ ഞാൻ വന്ന് എന്നെ നടയിൽ വന്ന് പ്രാർത്ഥിക്കുക. പറ്റും പോലെ ഓടി വരിക. ഇന്നിപ്പം ഇവിടെ വീട്ടിൽ വന്ന് രാവിലെ വരണമെങ്കിൽ തലേദിവസം ഇവിടെ വന്ന് ഇന്നലെ വരാൻ പറ്റും. അല്ല അവിടുന്ന് വരാൻ പറ്റില്ല. വിടും എൻ്റെ തൊഴിൽ ഇവിടെ ഒന്നും പോകണോടെ എന്ന് കഴിയും. അതുകൊണ്ട് ഇപ്പം ഇന്ന് രാവിലെ വരാൻ വേണ്ടിയിട്ട് ഇന്നലെ ഇവിടെ വന്ന് ചേച്ചിയുടെ വീട്ടിൽ വന്നിട്ട് അവിടെ നിന്ന് സമാധിക്കും. അങ്ങനെ നമ്മൾ ചേച്ചിയുടെ വീട്ടിൽ തലേദിവസം വന്നിരുന്നാലേ പിള്ളേരോടെ രാവിലെ വരാൻ പറ്റുള്ളൂ. അപ്പം ചിലപ്പം വന്ന് വാഷി മറ്റേ ഇതിന് 3 മണിക്കേ വരണം. 3 മണിക്കൊക്കെ പറഞ്ഞാൽ ഇവിടെ ഒന്നും നല്ല വരാൻ പറ്റുള്ളൂ. അല്ലാതെ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് മാക്സിമം 6 മണി അല്ലാതെ ചേട്ടൻ വിടും. രാത്രിയായാലും പകലായാലും നേരത്തെ ആയാലും പിന്നെ അല്ലെങ്കിൽ നീ വീട്ടിൽ നിന്നു. അവിടെ ആ ഒരു സിസ്റ്റമാണ്. മക്കളെ അല്ല ഞാൻ പറയും മക്കളെ എന്തായാലും അവരൊക്കെ ചോദിക്കും. അങ്ങനെയല്ല, ഒരു നമ്മളെ ആളെന്ത് പറയുന്നു അതിൽ പോയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വരച്ചേർച്ച ഉണ്ടാകാതെ പോയാലേ ജീവിതം മുന്നോട്ട് കഴിയുന്നതും നമ്മളെ വിടണുണ്ട്. നമുക്ക് സ്വാതന്ത്ര്യം തരണുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നില്ല. നമ്മൾ അടിമയല്ല, നമുക്ക് എല്ലാ സ്വാതന്ത്ര്യം തരുന്നുണ്ട്. അപ്പം നമ്മൾ മിസ്യൂസ് ചെയ്യായിരിക്കും. സത്യം. അതുകൊണ്ട് ഭഗവാൻ തന്നതാണ് എൻ്റെ എല്ലാം. ഇതുവരെ എനിക്കിതുപോലെ എഴുതി കിടന്ന് ഭഗവാന്റെ നടി വന്ന് നാമം ചൊല്ലണം, എല്ലാത്തിനും പങ്കെടുക്കണമെന്ന് ഒറ്റ ആഗ്രഹമുള്ളൂ. പക്ഷേ നടുവയ്യ ഞാൻ 3 മാസത്തെ റെസ്റ്റ് ആയിരുന്നിട്ട് എനിക്കിപ്പം വാർഷികത്തിന് അവിടുന്ന് മങ്കാരോട്ടത്തു നിന്ന് ബെൽറ്റും കെട്ടിക്കൊണ്ട് നടന്നു. പക്ഷേ എനിക്ക് വീട്ടിൽ ചെന്നിട്ട് വയ്യാന്ന് പറയണ്ട. നമ്മുടെ മുഖം കാണുമ്പോൾ പിടിക്കുക. നമ്മൾ പറയണ്ട നമുക്ക് അയ്യോ എനിക്ക് വയ്യ എന്ന് പറയണ്ട. നമ്മൾ മാക്സിമം വയ്യ ആവുന്ന രീതിയിലേ നിൽക്കുള്ളൂ. കാരണം ഒരു കംപ്ലൈൻ്റ് ആയിട്ട് വരരുതേ ദൈവമേ, എങ്കിലേ നാളെ വിടുകയുള്ളൂ. അതുകൊണ്ട് എന്തോ
എൻ്റെ ഭഗവാൻ ഇതുവരെ എന്നെ കടത്താതെ എവിടം വരെ കൊണ്ടെത്തി. ഇനിയും എന്താണെന്ന് ഭഗവാൻ വിധിച്ചിട്ടുണ്ട്. എത്ര അത് നമുക്ക് അറിഞ്ഞൂടാ. കിടക്കുന്നില്ല, എന്നെ കൊണ്ട് പറ്റുമ്പോൾ എങ്ങനെയെങ്കിലും കള്ളിക്കാടെങ്കിലും ഞാൻ മക്കളുടെ പറഞ്ഞ എന്നെ എവിടെയെങ്കിലും കള്ളിക്കാട് എവിടെയെങ്കിലും പോയി ചെറുതായിരുന്നു വാങ്ങിച്ച മക്കളെ നമുക്ക് അവിടുത്തെ ആശ്രമത്തിൻ്റെ അവിടെ നിന്ന് അമ്മയെ തോന്നാമോ പറയണത്, അമ്മയെ അച്ഛൻ വിടുമെന്നാണോ പറയണത്. അങ്ങനെ നമുക്ക് ആഗ്രഹം പറയാം. എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹം അങ്ങനെ ഉണ്ട് മക്കളെ. അമ്മ ചുമ്മാ ആയിരിക്കും, അമ്മ ചുമ്മാ ഇങ്ങനെ നിന്ന് പറയല്ലേ. അല്ല, പിള്ളേർക്കും പിള്ളേരുടേതായ ഒരു രീതി. ഇപ്പം നമുക്ക് നമ്മുടെ മക്കളെ കഴിയുന്നതും അവരെ ഫ്രീ ആയിട്ട് വിടണം, അവരവരുടെ സന്തോഷം. എങ്കിൽ നമുക്ക് അവർക്ക് സന്തോഷം കൊടുത്താലേ നമുക്കൊരു സന്തോഷം കിട്ടുള്ളൂ. അല്ല അവിടെ നമ്മൾ അവരുടെ ഇടയിൽ കയറി കടത്തി കഴിഞ്ഞാൽ പിള്ളേരുടെ ആ ഒരു ഞാൻ പറയാണ്, നമുക്ക് നമ്മുടേതായ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, അതുപോലെ അവർക്കും അവരുടേതായ സ്വാതന്ത്ര്യം. അവർക്കങ്ങനെ 2 മക്കൾക്കും 2 മക്കൾ, ഒരാൾക്ക് മോനും ഒരാൾക്ക് മോനും. എൻ്റെ ജീവിതം എൻ്റെ ഭഗവാന്റെ സന്തോഷത്തോടെ ഇന്ന് വരെ കൊണ്ടുപോകുന്നു. ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. നമ്മുടെ നരസിംഹസ്വാമിയുടെ പ്രതിഷ്ഠിക്കുന്നതിന് മുന്നേ ഈ സാറുണ്ടോയെന്ന് എനിക്കറിയില്ല, ഒരാൾ ചുള്ളിയും കൊണ്ട് ഒരു സ്ത്രീ വന്നു എന്ന് ഭഗവാൻ ഞാൻ ബുക്കിൽ വെച്ച് ആ സമയത്ത് ഭഗവാൻ പറയുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഒരു സ്ത്രീ ഒരാൾ ചുള്ളിയും കൊണ്ടുവന്നിട്ട് പണ്ട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായില്ലേ. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നമ്മുടെ ഒരു വാർഷികത്തിന് നമ്മുടെ നാഗര് ഇതുപോലെ വാർഷികമാണ്, ഭവം ഉള്ള സമയമാണ്. നാഗരിൽ ഒരു നാഗ ഇങ്ങനെ കാണിക്കുന്നത്. കാരണം നമ്മൾ ഇപ്പം നരസിംഹം വെച്ചിരിക്കുന്നില്ലേ, അവിടെ ഇരുന്നാണ് ഞങ്ങൾ നാമം ചൊല്ലുന്നത്. ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ആ നാഗത്തിൽ ഒരു നാഗം ഇങ്ങനെ 5 അന്ന് വെറുതെ കല്ല് പോലെ ഇല്ല 5 എണ്ണം, അതിൽ ഒരെണ്ണം ഇങ്ങനെയൊക്കെ. ഞാൻ ചേച്ചി എല്ലാം ഞാൻ ഒന്നും കാണുന്നില്ല. എൻ്റെ കണ്ണിൻ്റെ കുഴപ്പമാണ്, നമ്മളിങ്ങനെ കണ്ണൊക്കെ തിരുമ്പി നമുക്കൊരു സംശയമാണല്ലോ, നമുക്കങ്ങനെ തോന്നണയാണ്. ഞാൻ വീണ്ടും നോക്കിയിട്ട് ഞാൻ പിന്നെ ഭഗവാന്റെ അടുത്ത് തിരിച്ച് നമ്മൾ പോകുമ്പോൾ തോന്നി. എന്നിട്ട് ഭഗവാന്റെ നമ്മൾ പറയാം എന്നൊന്നും പറയില്ലല്ലോ ഇങ്ങനെ. അപ്പോൾ ഭഗവാൻ എന്നെ സൂക്ഷിച്ച് നോക്കി, ഞാൻ മനസ്സിലിങ്ങനെ എൻ്റെ കണ്ണി കണ്ടതാണോ അതിന് ശേഷം ഭഗവാന്റെ അടുത്ത് ഞാൻ അച്ഛൻ സമാധിയായതിന് ചേട്ടൻ അതിന് ശേഷം എനിക്ക് ഭഗവാൻ നമ്മൾ തൊഴാൻ പോയപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഹരിനാമർത്തനം എനിക്കറിയില്ല, സത്യാവസ്ഥ. മറ്റുള്ളവർക്കെല്ലാം അറിയാം. ഞാൻ ദൈവികമായിട്ടുള്ള പണ്ട് പഠിച്ചു കിടക്കുന്ന സമയത്ത് ഒരു തരികടവല്ലോ അത്രയും കൂടുതലൊന്നുമില്ല. അച്ഛൻ പറയുന്നതിന് വേണ്ടി പെട്ടെന്ന് കൈകാലും പോകും ഹരേ രാമനാമം ചൊല്ലും, ആ ഒരു ഇതായിരുന്നു. മറ്റേ ചേച്ചിയൊക്കെയാണെങ്കിൽ ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ അവരൊക്കെ നല്ലവണ്ണം ഹരിനാമകീർത്തനം ചൊല്ലും. അച്ഛൻ ഈ സമാധി ഇങ്ങനെ കിടന്നപ്പോഴത്തേക്ക് നമ്മൾ നാമമാണ് ചൊല്ലുക. ആദ്യം ഹരിനാമകീർത്തനം ചൊല്ലി പിന്നെ ഹരേ രാമ, ആരും കരയരുതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിങ്ങനെ ചൊല്ലിയപ്പോൾ എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ ഭാവം വന്ന് പിള്ളേ അത് ഫുള്ള് ചൊല്ലിയത്. ഞാൻ പറഞ്ഞു ഞാനല്ല, എനിക്ക് അറിഞ്ഞൂടാ, അറിയാത്ത കാര്യം ഞാൻ ഇല്ല, പിള്ളേ എന്നെ ചൊല്ലിയത്. അപ്പോൾ ഇത് അറിഞ്ഞൂടാത്ത ഞാൻ പഠിക്കാനായിരിക്കും. ഇപ്പം ഞാൻ ചോദിക്കുന്നത് അറിഞ്ഞൂടാത്ത ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ല, അന്ന് ഭഗവാൻ ചേച്ചി പറഞ്ഞ് വെള്ളം, പക്ഷേ എൻ്റെ വായിൽ എനിക്ക് ഒഴിച്ചു തന്നത് ഒരു വെള്ളക്കപ്പുണ്ടല്ലോ ഭഗവാൻ, എൻ്റെ വായിലേക്കൊന്ന് അത് പാലായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അത് തന്നതിന് ശേഷമാണ് നമ്മൾ ഞാൻ അപ്പം പിന്നീട് എനിക്ക് അലിൻ്റെ ജോലി കിട്ടി. ആ സമയത്തൊക്കെ ഉണ്ടാണ് അലിൻ്റെ ജോലി ട്രെയിനിങ് അപ്രൻറ്റീസായി കിട്ടിയ സമയം. അങ്ങനെ ഞാൻ അവിടെ നിന്നപ്പോഴത്തേക്ക് നമ്മുടെ അയ്യപ്പൻ കോവിലിൻ്റെ അവിടെ ഇല്ലേ, അവിടെ കാവാണല്ലോ. അപ്പം നമ്മളെ വീട്ടിൽ ഫ്രണ്ടിൽ ഭഗവാൻ ഒരു കമണ്ടലം പോലെ പറയാമോ എന്തോ ഒരു അച്ഛൻ്റെ അസ്ഥിത്തറ വെള്ളം വെക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചേച്ചി ഇങ്ങനെ വെള്ളം അത് കഴിഞ്ഞ് എല്ലാം നമുക്കെല്ലാം തരും. അന്ന് കുടിച്ചിട്ട് ഞാൻ വലിയ ചെന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ ഇതുണ്ടല്ലോ നമ്മുടെ കൃഷ്ണൻ്റെ തലയിൽ പേര് ഓർമ്മ പോലില്ല എനിക്ക്, കാളിയമർദ്ദനം എൻ്റെ കണ്ണിൽ എനിക്ക് ഇപ്പോൾ അല്ലെങ്കിൽ എനിക്ക് അന്നത്തെ എൻ്റെ മസ്തിഷ്കത്തിൽ ആ ഇത് അഴുക്ക് കളയാൻ വേണ്ടിയിട്ടായിരിക്കും എൻ്റെ കണ്ണിൽ കാണിച്ചത് എനിക്കിപ്പോൾ തോന്നുന്നു. അത് ഞാൻ കണ്ടു സാർ. കാരണം ആ കുഞ്ഞു കൃഷ്ണൻ ഇങ്ങനെ കറക്കി കാലുകൊണ്ട് ചവിട്ടി അതെൻ്റെ കണ്ണു. ഞാൻ കൊച്ചി അവിടെ വല്ലതും കാണണം. ഞാൻ ഒന്നും കാണില്ല, ചേച്ചി ഒന്നും കൂടെ നോക്കി ചേച്ചി. പക്ഷെ എൻ്റെ കണ്ണിൽ ഇങ്ങനെ നമ്മൾ വ്യക്തമായിട്ട് കാണുകയാണ്. എനിക്ക് ഭഗവാനെ എനിക്കിന് വലിയ കുഴപ്പം. നമ്മൾ ചിന്തിക്കുന്നത് ഞാൻ ചെറുത്, ചേച്ചിയൊക്കെ ഭയങ്കര ഭക്തിയൊക്കെ ഉള്ള ആളാണ്. ഇപ്പം ഞാൻ ആലോചിക്കുന്നത് എനിക്കിതൊന്ന് വിശ്വാസമാണ്. ചിലപ്പോൾ ഭഗവാൻ എനിക്കിപ്പോൾ വിശ്വാസം തരാൻ വേണ്ടിയിട്ടായിരിക്കും സത്യം ഞാൻ ഇങ്ങനെ തൊഴുന്നു വരണു എന്നല്ലാതെ എനിക്കൊന്ന് അതിനായിരിക്കും ചിലപ്പോൾ അന്ന് എൻ്റെ കണ്ണിൽ ഞാൻ കറക്റ്റായിട്ട് കണ്ടു. ഈ 2 കാര്യം എൻ്റെ കണ്ണിൽ കണ്ട കാര്യമാണ്. പക്ഷെ ചേച്ചി കണ്ടില്ല. എല്ലാത്തിനും ഈ എൻ്റെ ബിജുവിൻ്റെ അമ്മ കൊച്ചേച്ചിയാണ് കൂടെ ഉള്ളത്. ആശ്രമത്തിൽ പോയപ്പോഴത്തും അത് തന്നെ അന്നും ഇങ്ങനെ എൻ്റെ നമ്മൾ വെള്ളം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഭയങ്കര മഴയത്ത് ആശ്രമത്തിൽ പോയി ഞാൻ കൊച്ചേച്ചിയും കൂടെ നമ്മൾ കുട പിടിച്ചാണ് പോണത്. കുട പിടിച്ച് അങ്ങേത് മൊത്തം നനഞ്ഞു. അപ്പം ഭഗവാൻ പറഞ്ഞു പിള്ളേ ദ്വാരയൊക്കെ അറിയിരിക്കും, അന്ന് ദ്വാരയെന്നാണ് പറയണത്.
ദോരയെ കറി വയ്ക്കാൻ പറയും. നമ്മൾ ദോരയെ കറി ഇരുന്നു മൊത്തം നനഞ്ഞാണ് നമുക്കളെ. അവിടെ നമുക്ക് കഞ്ഞി, അന്ന് കഞ്ഞിയാണ്, അന്ന് കഞ്ഞി കുടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ ഭഗവാൻ ഈ തോട് നിറഞ്ഞു വരെയാണ്, മറ്റേ പാലമല്ലേ. അപ്പോൾ ഭഗവാൻ അവിടെ കയറി ഇങ്ങനെ ഇരിക്കും ആ പാലത്തിൻ്റെ മുകളിൽ. നമ്മൾ രണ്ടും കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ചേച്ചി മാത്രമേ ഉള്ളൂ. മറ്റുള്ള അടുക്കളയിൽ അന്ന് കുറച്ച് ആൾക്കാരല്ലേ. ഇങ്ങനെ വെള്ളം, നമ്മൾ പിള്ളേർക്ക് വെള്ളം കളിക്കാൻ ഇടുമല്ലോ. ഈ വെള്ളം ഇടുമ്പോൾ ഈ വെള്ളം മേളിലോട്ട് പോകും, അത് ഇങ്ങോട്ട് വരില്ല. ഞാൻ പിന്നെ ചേച്ചി എടുത്ത് അപ്പോഴും ചോദിച്ചില്ല, ഭഗവാനിരിക്കുകയില്ല. വീണ്ടും ഈ കൊച്ചു പിള്ളേർ വെള്ളം കളിക്കുമ്പോൾ ഭഗവാൻ വെള്ളം ഇടും. ഈ വെള്ളമെല്ലാം മുകളിലോട്ട് പോകുമ്പോൾ വെള്ളം ഇങ്ങനെ താന്ന് ഒഴുക്കിനെതിരെ പൊയ്ക്കൊണ്ടിരുന്നു. സാധാരണ ഒഴുക്കുന്നത് സാധാരണ നമ്മളിപ്പോ ഒരു ഇലയിട്ട് താഴേക്ക് പോകും. ഇത് ഇത്രയും സാധനം എൻ്റെ കണ്ണുകൊണ്ട് കണ്ടാണ്. ഞാൻ ഇപ്പോൾ ചേച്ചി ചോദിച്ചു, അവിടെ വെച്ച് ചോദിക്കാൻ പറ്റൂലല്ലോ ഭഗവാൻ ഉള്ളപ്പോഴത്തേക്ക്. തിരിച്ച് നമ്മളിങ്ങനെ വന്നപ്പോൾ മഴ, പക്ഷെ നമ്മൾ ഈ പാമ്പ് കുട പിടിച്ച് ചേരും പോലെ നമ്മൾ തന്നെ അതെങ്ങി വിടുന്നു. ഞാൻ ഇനി വന്നിട്ട് ചേച്ചി ഒരു കാര്യം കണ്ടാച്ചി. എന്തിനടി? ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ ഇങ്ങനെ കണ്ടു ചേച്ചി വെള്ളം. എടി ഞാനും കണ്ടത്. ചേച്ചി പറയുന്നത് സത്യമാണെടി ഞാൻ കണ്ടത്. ചിലപ്പം ഞാൻ കാണുന്ന ചിലപ്പോൾ ചേച്ചി കാണൂല, ചേച്ചി കാണുന്നപ്പോൾ ഞാൻ നമുക്കറിയില്ലല്ലോ എങ്ങനെ. അപ്പോൾ ചേച്ചി പറഞ്ഞു, എടി അടുത്ത് പറയുന്നും വേണ്ട കേട്ടോ, നമുക്ക് നമ്മളെ കണ്ട് അപ്പോഴും ശരിക്കും ആരടുത്തും. പിന്നെ ഭഗവാൻ ഒരു വാക്ക് പറഞ്ഞിട്ടുള്ളൂ, എന്തെന്ന് ഭഗവാന്റെ കാലം കഴിയുമ്പോൾ ഇതെല്ലാം അറിയുമ്പോഴേ, അറിയേണ്ടതെല്ലാം അറിയും. അങ്ങനെ അപ്പോൾ ഇടയ്ക്ക് നമുക്ക് സംശയം വരുമ്പോൾ ഇങ്ങനെ ഒരു വാക്ക് കേൾക്കുമ്പോൾ പിന്നെ നമ്മളൊന്നും പറയൂല. എനിക്കിത് കിട്ടിയത് കാരണം ഞാൻ അണ്ണ വയ്യാതെ നടന്നപ്പോഴാണ് പറഞ്ഞ അണ്ണ. എന്നിട്ട് ഭഗവാൻ ഒരു വാക്ക് പറഞ്ഞു, ഈ ആദ്യം ഈ എൻ്റെ ഒരു പീഠം പോലത്തെയാണ് എനിക്ക് കിട്ടിയെന്ന്. മോക്ക് കളിക്കാൻ പോയി ഷീൽഡ് കിട്ടിക്കൊണ്ട് കൊടുത്ത സമയത്താണ്. അപ്പോൾ നമുക്ക് സാധാരണ കയ്യിൽ വെച്ച് തന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ തുള്ളി കളിക്കുന്നത്. ഇതൊക്കെ ചേച്ചിയിലും കൂടെ തുള്ളി കളിച്ചത്, നമ്മളേക്കും തുള്ളിയൊന്നും കളിക്കില്ല. പിന്നെ ഭഗവാൻ പറയും, ചിലപ്പോൾ ഞാൻ തന്നെ മീനൊക്കെ കഴിച്ചിട്ട് വരാറുണ്ട് ആശ്രമത്തിൽ. വരുമ്പം പെട്ടെന്ന് നമുക്കിന്ന് പോവാൻ പോകുന്ന പിള്ളേരെ ഞാൻ വെച്ച് ലീവായാലും കുഴപ്പമില്ല, അവരാഗ്രഹം കൊണ്ട് പറയണല്ലേ. അവരാഗ്രഹം കൊണ്ട് പറയുമ്പോൾ അവർക്ക് കൂടുതൽ ഇത് വരും. അതുകൊണ്ട് ഞാൻ അപ്പം ഇത് വാങ്ങിക്കാൻ ഭഗവാൻ കൈന്നിട്ടാൻ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഭഗവാനെ ഞാൻ ഇന്ന് നല്ല മീൻ കഴിച്ചിട്ടാണ് വന്നത്. നമ്മുടെ കുറ്റബോധം നമ്മുടെ കയ്യിൽ. ഞാൻ ഇങ്ങനെ വാങ്ങിക്കണ്ടേ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരെയും കൈ നീട്ടാകുമ്പോൾ നമ്മളറിയാതെ നമ്മളെ കൈ നീട്ടും. മാറ്റി വെച്ചിരുന്നാലും നമ്മളെ കൈ നീട്ടും. അപ്പോഴത്തേക്ക് പിന്നീട് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ നമ്മളെ മനഃശുദ്ധിയും ശരീരശുദ്ധിയാണ് ഏറ്റവും വലുത്. പിന്നെ അതുപോലെ എനിക്ക് അമ്പലത്തിൽ പോയി ഞാൻ വെച്ച് കുളിക്കാതെ എങ്ങനെ വിളക്ക് എത്തിക്കും ഭഗവാനെ, ആ ഒരു സംശയം. ഇതെങ്ങനെയുള്ള എൻ്റെ അഴുക്കം മനസ്സിലുള്ള കുഞ്ഞു സംശയം കൊണ്ട് വരും. പക്ഷെ അതിനൊക്കെ അപ്പോഴും മറുപടി കിട്ടും. അതുപോലെ കാലിൻ്റെ ഉപ്പൂറ്റി കഴുകണമെന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ കാലിടണം, കൈയും കാലും പോകും കഴുകണമെന്നേ അറിയില്ല. അച്ഛൻ ഭയങ്കര ഇതാണെങ്കിലും ദൈവമേ അയ്യപ്പ ഇത്രയും പറയാനേ നമുക്കറിയാം. അയ്യപ്പ സ്വാമിയിൽ ഓടിപ്പോയി തൊഴും, ഓടി വരും. അല്ല നമുക്ക് കൂടുതൽ ആരെ കൊണ്ട് പ്രാർത്ഥിക്കാം അങ്ങനെയൊന്നും അറിയില്ല. ഭഗവാൻ അയ്യപ്പ, ഏറ്റവും പെട്ടെന്ന് അയ്യപ്പ എന്നേ വരുള്ളൂ. ആ ഒരു ഇതേ ഉള്ളൂ. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഈ സംശയമൊക്കെ തീർന്നു തന്നത് ഭഗവാന്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, അയ്യോ ചേച്ചി ഇപ്പൊ ഇങ്ങനെയാണ് കഴിവാളെ എന്നിട്ട് നമ്മൾ ചുമ്മാ ഇത്തിരി വെള്ളം എടുത്ത് അറിയാൻ പറഞ്ഞാൽ നമുക്ക് ആരും ഇല്ലല്ലോ. അപ്പൊ എന്തിങ്ങനെ കുഞ്ഞു കുഞ്ഞു സംശയം ഉണ്ടെങ്കിലും ഇവിടെ വരുമ്പോൾ നമുക്കുള്ള ആൻസർ കിട്ടും. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇനി നിനക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഭഗവാൻ, എന്തൊരു കമ്പയർ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന്. മോളെ കണ്ണിൽ കമ്പയർ വന്നപ്പോൾ എന്ത് ചെയ്യണം, എന്നിട്ട് രണ്ടു മൂന്ന് ആസം ചോദിച്ചു എന്താണ് ചെയ്യണത്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഭഗവാൻ പറഞ്ഞു തന്നത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞുതരാം. കാരണം ആ ഒരു ഇത് എല്ലാവർക്കും കിട്ടണമെങ്കിൽ, കാരണം നമ്മളെ കാരണം ഒരാൾക്ക് എന്തെങ്കിലും അപകടം പറ്റുന്നത് നല്ലതല്ല, ക്ലിയർ ആക്കി കിട്ടണ്ടേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് പറഞ്ഞു തന്നത് ആരാണെന്ന് ആശുപത്രി ചേച്ചി എൻ്റെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് പറഞ്ഞത് 3 നല്ലോളവിൻ്റെ ഇല എടുക്കുക, അത് കുരുവുള്ളതൊന്നും എടുക്കരുത്. അത് എൻ്റെ അടുത്ത് നല്ല പറയണത്, പൊതുവെ ഇങ്ങനെ പറയും. അപ്പോഴാണ് നമുക്കത് നമുക്ക് ആർക്കാണ് സംശയമുള്ളവർക്ക് അവർക്കത് മനസ്സിൽ കിട്ടും. അങ്ങനെ എടുക്കുക, അതെടുത്തിട്ട് അതിൽ മഞ്ഞളും കല്ലുപൂട്ട് ചിരട്ടയെ കത്തിച്ച് നല്ല കനലിട്ട് ഇങ്ങനെ ഇടണം. ഇടുമ്പോഴത്തേക്ക് ഇത് ഈ നമ്മളെ ഡെഡ് ബോഡി ആ ഒരു സ്മെല്ലാണ്. ആ സ്മെല്ലാണ്, വല്ല മറ്റേ സ്മെല്ലൊന്നും അല്ല, അത്ര നല്ല സ്മെല്ലാണ് ഇത്. പിള്ളേർക്ക് കമ്പയർ ആണുണ്ട്. പക്ഷെ അതിട്ട് എല്ലാം ആ കമ്പയർ കരിഞ്ഞ് പോയപ്പോഴത്തേക്കാണ്, അപ്പോഴാണ് ചേട്ടൻ എൻ്റെ ഇടേ നീ എന്തോന്നിടേ ഇത് കരിക്കണേ. ഞാൻ പറഞ്ഞു, ഞാൻ ഒന്നും കരിക്കണില്ല, ഞാൻ അവ ഇത് പറഞ്ഞെന്ന് ഞാൻ ചെയ്തു നോക്കി. അപ്പോൾ ചേട്ടൻ കൂടെ തന്നെയാണ് ഈ ചിരട്ട കരിയൊക്കെ ഉണ്ടാക്കി തന്നെ എനിക്ക്. മണ്ണെണ്ണ ഒഴിച്ച് കരിയിട്ട് ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അപ്പോഴേക്ക് ഗ്യാസാണല്ല. അങ്ങനെ ഇട്ട് കരിച്ചപ്പോഴത്തേക്ക്, പക്ഷെ പിറ്റേ ദിവസം ഈ കൊച്ചിൻ്റെ കണ്ണ് പഴുത്തിരുന്നത് ഒന്നുമില്ല. പക്ഷെ കണ്ണ് പഴുത്ത നമ്മൾ സിറ്റിയിൽ കാണിക്കാത്ത ഡോക്ടറില്ല, ഉള്ള എല്ലാ ഹോസ്പിറ്റലും. കാരണം ഒരിടത്ത് ചിലപ്പോൾ പറയുമ്പോൾ മറ്റൊരാൾ ചിലപ്പോൾ എന്തെങ്കിലും കണ്ടുപിടിക്കണമെങ്കില്ല, കുഞ്ഞിൻ്റെ കണ്ണല്ലേ. പിന്നെ അതുപോലെ കളിക്കാനുള്ള കൊച്ച്, അതിനെ പിള്ളേരെ നമുക്ക് പൊക്കിയെടുക്കണ്ടേ, നമ്മളവരെ തളർത്താൻ പാടില്ലല്ലോ. പാടില്ല. അങ്ങനെ എല്ലാം കൊണ്ടുപോയിക്കാണ് അതൊക്കെ ചെയ്തതെന്ന് എൻ്റെ ഭഗവാനില്ല. അതുകൊണ്ട് അങ്ങനെ എൻ്റെ ഭഗവാൻ തന്നാൽ എൻ്റെ ജീവിതത്തിൽ എല്ലാം
ഞാൻ മാത്രമല്ല നമ്മളെ കുടുംബത്തിലെല്ലാവരും അതെ. അവരെല്ലാം ഇന്നും അവരെ പിന്നെ താൻ പറയും അങ്ങനെ തന്നെ പറഞ്ഞു. ഞാൻ എൻ്റെ മക്കളെ മക്കളെ ആശ്രമത്തിൽ ഒന്ന് കുമ്പോളം എടുക്കുക, എങ്കിലേ നമുക്ക് നമ്മുടെ തലമുറ തന്നെ അടുത്ത തലമുറയും വരണം. ഒരു സംശയം വേണ്ട. കാരണം ഭഗവാന്റെ ഇത്രയും സമയം കാരണം സംസാരിച്ച് ഇരുന്നതിൽ നമുക്ക് ഒരു തുടക്കത്തിൽ എനിക്ക് പറയാൻ പറ്റുമോ എന്ന് ഉള്ള സംശയത്തോടു കൂടിയാണ് നമ്മൾ തുടങ്ങിയതെങ്കിലും ഇതാ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എന്ന് വെച്ചാൽ ഒരു സ്റ്റോപ്പില്ലാതെ ഇത്രയും സമയം ഭഗവാന്റെ, അതാണ് ഭഗവാന്റെ ഒരു കാരുണ്യം. ഭഗവാനെക്കുറിച്ച് പറയാൻ തുടങ്ങിയ പിന്നെ 7 നാവാണ്, ഒരു നാവല്ല. കാരണം നമ്മളല്ല. കാരണം ഭഗവാൻ അത്രയും സ്നേഹസ്വരൂപനും അത്രയും എന്താ പറയുക, നമുക്കൊരു വാക്കുകളിൽ ഒതുക്കാൻ പറ്റുന്ന ആളല്ല സാക്ഷാൽ ഈശ്വരൻ. അപ്പോൾ അതുകൊണ്ട് ആ ഭഗവാനെ കുറിച്ചാണ് ഇത്ര സമയം പറഞ്ഞത്. ഭഗവാന്റെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരാളിനും ഒരു കുറവും അവർക്കോ അവരെ കുടുംബത്തിനോ വരില്ല. അത് 100% വിശ്വസിക്കാം. കാരണം ഭഗവാനെ ആശ്രയിക്കുന്ന ഒരാളിനും അവർക്ക് ഒരു കുറവും വരുത്തൂല ഈശ്വരൻ. അതിന് സംശയം വേണ്ട. അത് വരും തലമുറയ്ക്ക് വരെ ഐശ്വര്യത്തെ കൊടുക്കും, അതിന് സംശയം വേണ്ട. അതുകൊണ്ട് ആ കുടുംബം എന്ന് പറയുന്നത് ശരിക്ക് ഭഗവാന് അത്ര ബന്ധമുള്ള കുടുംബമാണ്. ഭഗവാൻ അവിടെ വന്നിട്ടുള്ള കുടുംബമാണ്. ഭഗവാന്റെ പാദസ്പർശമേറ്റ കുടുംബമാണ്. അപ്പോൾ അത്രയ്ക്ക് എന്തുകൊണ്ടും ആ കുടുംബം ഇപ്പോൾ വലക്ഷം കൊച്ചേനാവട്ടെ സ്വാമിക്ക് അത്രയും, കാരണം ഒരേ സമയത്ത് നമ്മളെ ആശ്രമത്തിൻ്റെ നട്ടല്ലായിരുന്നു. എന്ത് കാര്യത്തിനും യാതൊരു കാര്യത്തിനും മുമ്പ് കൊണ്ട് നമ്മൾ പറയുമല്ല, ആനയെ കൊണ്ട് മുമ്പ് നിർത്തും പോലെയാണ് കൊണ്ട് നിർത്തിയത് തന്നെയാണ്. അത് ഭഗവാനും അത്രയും സന്തോഷത്തോടു കൂടിയാണ് ഓരോ കാര്യം ഏൽപ്പിച്ചു വിടുന്നത്. അപ്പം അതുകൊണ്ട് ഇത്രയും സമയം ഭഗവാന്റെ ചാനലിൽ വന്ന് ഭഗവാന്റെ ബാക്കിയുള്ള ഭക്തർക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ചതിന് ഒന്നുകൂടി നന്ദി, നമസ്കാരം. താങ്ക് യു. ഒന്നുകൂടി നന്ദി, നമസ്കാരം.